ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴേ ഇന്ന് നമുക്ക് നിഗൂഢമായ ഒരു ലോകത്തിലേക്ക് പോയാലോ? വേറൊന്നുമല്ല, അയ യൂണിവേഴ്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതാണ് വാഫി മാൾ. ഈ മാളിന്റെ ഉള്ളിലാണ് അയ യൂണിവേഴ്സ് വരുന്നത്. ദുബായിലെ വാഫി സിറ്റിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഈജിപ്ഷ്യൻ സ്റ്റൈലൊക്കെ വരുന്ന മാളാണ് ഇത്. ഇതിന്റെ ഉള്ളില് ഷോപ്പുകളും എല്ലാ കാര്യങ്ങളും ഒക്കെ ഒരു പ്രത്യേക തരം നമുക്ക് തോന്നിക്കും. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു റോബോട്ടിക് ഡോഗിനെയൊക്കെ കണ്ടേ. ഇത് റോബോട്ട്സിനൊക്കെ കൊടുക്കുന്ന ഷോപ്പാന്ന് തോന്നുന്നു. അതിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ അവരവര് അതിനെ ഇങ്ങനെ പ്രവർത്തിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഇത് അത്ര ക്രൗഡഡ് ഒന്നും അല്ലാത്ത നല്ല കാമൻ ക്വയറ്റ് മാളാണ്. വലിയ ആൾക്കാരൊന്നും ഇല്ല, പക്ഷെ നമുക്ക് ഒരു പ്രത്യേക തരം തോന്നും. കണ്ടൊരു ഈഗിളാണോ ഫാൽക്കണാണോ അറിയില്ല, ഈഗിളാന്ന് തോന്നുന്നു കേട്ടോ. നല്ലൊരു ഇന്റീരിയർ ആണ് അവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിത് അങ്ങനെ അയ യൂണിവേഴ്സിറ്റിയിൽ എത്തി. ഇവിടെ ആണെങ്കിൽ ടിക്കറ്റ് ചാർജ് വരുന്നത് 135 ദിർഹമാണ്. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുറയും. പിന്നെ ബിലോ 3 ഇയേഴ്സ് ഉള്ള ചിൽഡ്രൻസിന് ടിക്കറ്റ് വേണ്ട. അവർ നമുക്കൊരു പാസ്പോർട്ട് തരുവേ. ആ പാസ്പോർട്ട് നോക്കി വേണം നമ്മൾ ഓരോ റൂമിലും കയറാൻ. ആകെ 12 റൂംസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ആ പാസ്പോർട്ട് നോക്കി ഓരോ റൂമിലും കയറിയിട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ആ സ്റ്റിക്കേഴ്സ് ആ പാസ്പോർട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ റൂമിൽ കയറിയെന്ന് മനസ്സിലാവും. ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നത്, എതിലേ പോകുന്നത് നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ ചില റൂമൊക്കെ നമുക്ക് മിസ്സാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. ഇതാണ് ഞങ്ങൾ കയറിയ ഫസ്റ്റ് റൂം. ദ സോഴ്സ് എന്നാണ് നെയിം. ഇവിടെ നിറച്ച് ഡിജിറ്റൽ കൊണ്ടുള്ള പൂൾസും കുറെ ഫ്ലവേഴ്സും അങ്ങനത്തെയൊക്കെയാണ്. ശരിക്കും നമ്മള് ശരിക്കും അത്ഭുതപ്പെട്ടു. അത്രയ്ക്ക് മനസ്സിലാക്കാനായിട്ട് മ്യൂസിക്കും ലൈറ്റും ഒക്കെ കൊണ്ട് ഒരു മായാജാലം അല്ലെങ്കിൽ ഒരു മായ ലോകത്തെത്തിയ പോലെ നമുക്ക് തോന്നും. പിന്നെ നമ്മൾ ടച്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് നമ്മൾ കയറിയത് ഈ റൂമാണ്. ഇതാണ് ഹാർമോണിയ. ശരിക്കും ഇത് ഫൈനൽ റൂമാണ്, പക്ഷെ നമ്മള് പാസ്പോർട്ട് നോക്കിയൊന്നല്ല കയറിയത്. അപ്പൊ സെക്കൻഡ് ഈ റൂമിലേക്ക് കയറി. ഇവിടെ മ്യൂസിക് ആൻഡ് ലൈറ്റ് ആണ്. റോബോട്ടിക് മ്യൂസിക് ആൻഡ് ലൈറ്റ് ഷോ എന്നാണ് ഇത് പറയുന്നത്. അതിന് 3 മിനിറ്റ്സ് ഉണ്ട്. ചെറുതായിട്ടൊന്ന് പേടിച്ചേ, പക്ഷെ ഇത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ റൂമിനെയാണ് ഫ്ലോറ എന്ന് പറയുന്നത്. ഇവിടെ ഒരു 6 മിനിറ്റ് ലൈറ്റ് ഷോ ഉണ്ട്. നമുക്ക് ഓരോ റൂമിൽ എത്ര മിനിറ്റ് വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ കുഴപ്പമില്ല. അവരുടെ ആ ലൈറ്റ് ഷോ 6 മിനിറ്റ് കൂടുമ്പോഴാണ് അവർ ഇടുന്നത്. കംപ്ലീറ്റ് ലൈറ്റ്സ് കൊണ്ടുള്ള ട്രീസ്, പ്ലാന്റ്സ്, ഗ്രാസ് അതൊക്കെയാ. ബയോലൂമിനസ് ലൈറ്റ് എന്നാണ് കേട്ടോ അതിന് പറയുന്നത്. ശരിക്കും നമ്മൾ ഇത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. നമ്മൾ വേറൊരു ലോകത്ത് എത്തിയ പോലെ തന്നെയാണ് തോന്നുന്നത്. ആ ഒരു മ്യൂസിക്കും ലൈറ്റും ഒക്കെ കൂടി ഉണ്ടല്ലോ, നമുക്ക് മറ്റൊരു ലോകത്തേക്ക് ചെന്ന് കയറിയ പോലെ തോന്നും. ഇതാട്ടോ നെക്സ്റ്റ് റൂമിൽ ഞങ്ങൾ
മിനിറ്റ് ഷോ ആണ്. LED ലൈറ്റ്സും മിറർ ലൈറ്റ്സും ഒക്കെ കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മുടെ ഹാൻഡ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇതും മൂവ് ചെയ്യും. നമ്മൾ അടുത്ത റൂമിലേക്ക് പോവാണ്. അതിന്റെ അവിടെ തന്നെയാണ് റിവർ ഉള്ളത്. റിവർ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിങ്ങനെ നദി ഇങ്ങനെ ഒഴുകും കേട്ടോ. അവിടുന്ന് നമ്മൾ ഫോൾ എന്ന് പറഞ്ഞ റൂമിലേക്കാണ് പോകുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ വാട്ടർ നമ്മൾ സാധാരണ വാട്ടർ ഡൗണിലേക്കല്ലേ പോകുന്നത്, പക്ഷെ ഇത് അപ്വേർഡിലേക്ക് പോകും. അങ്ങനെയാണ് കേട്ടോ ഒരു സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് കയറി നിൽക്കാം, ഇൻസൈഡിൽ കയറാം. കുട്ടികളായിരിക്കും കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യും. ഈ ഒരു റൂം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നവരായിരിക്കും. പിന്നെ തീരെ ചെറിയ കുട്ടികളെ കയറ്റാത്ത റൂമാണ്, അതാണ് സെലിസ്റ്റ. കാരണം ഇവിടെ ബോൾസ് ആണ്, പ്ലാസ്റ്റിക് ബോൾ ആണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ നമ്മൾ വേറൊരു വേൾഡിലെത്തിയ പോലെ തന്നെ ഫീൽ ചെയ്യുക. ഈ ബോൾ നമ്മുടെ ഒരാളുടെ തന്നെ ഏകദേശം നമ്മുടെ ചെസ്റ്റ് ലെവലുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ ഹൈറ്റ് നോക്കിയിട്ട് അവർ കയറിയ പിച്ചിന് അതുകൊണ്ട് കയറ്റിയില്ല. പിച്ചിന് ഇപ്പോൾ പുറത്ത് വരുമ്പോൾ ഞാൻ ആദ്യം കയറി, അതിനുശേഷം ഇപ്പോൾ കയറി. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ചെയ്തത്. പക്ഷെ കുറച്ചുകൂടെ ഒക്കെ ഏജ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ശരിക്കും അവർ എൻജോയ് ചെയ്യും ഈ ഒരു റൂം. കാരണം അത്രയ്ക്ക് ഫണ്ണാണ്. പിന്നെ നമ്മളുടെ ആ ഒരു മ്യൂസിക്കും ആ ലൈറ്റ്സും എല്ലാം അടിപൊളിയാണ്. ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്യുന്ന റൂമാണ്. ഒരു 30 മിനിറ്റ്സ് വരുന്ന ഷോ ആണ്. നെക്സ്റ്റ് കയറുന്നത് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞ റൂമാണ്. ഈ റൂം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രാത്രിയിൽ ഒരു മലഞ്ചെരുവിലെ ആകാശത്തേക്ക് നക്ഷത്രങ്ങളെ നോക്കി കിടക്കുന്ന പോലെ ആ ഒരു ഫീല് തരുന്ന ഒരു വൈബാണ് ഈ റൂമിലുള്ളത്. നല്ല റിലാക്സേഷൻ തരുന്ന ഒരു റൂമാണ് ഇത്. അടുത്ത് നമ്മൾ പോകുന്നത് ഔട്ട്ലാൻഡ് എന്ന് പറഞ്ഞ രീതിയിലേക്കാണ്. അതായത് ഈ അയ യൂണിവേഴ്സ്, അതായത് ഈ ഒരു വേറൊരു ലോകത്തിന്റെ ഒരു പുറം ഭാഗം നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും, അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ മൂവ് ചെയ്യും. ഉള്ളിലൂടെ നമുക്ക് ഇങ്ങനെ ഓടി നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ മിറർലെസ് ആണ്, നമ്മളുടെ തന്നെ ഷാഡോസ് വരുന്ന അവിടെ. ഇതിനുള്ളിൽ കയറി പിന്നെ എങ്ങോട്ടേക്ക് പോകുന്നതെന്നൊന്നും മനസ്സിലാവത്തില്ല. ഗുഹയ്ക്കുള്ളിൽ കൂടി നടക്കുന്ന പോലെ നമുക്ക് തോന്നുക. അടുത്ത് ഞങ്ങൾ കയറിയത് ലൂണ എന്ന് പറഞ്ഞ റൂമാണ്. അവിടെ നമ്മുടെ ഈ മൂണില്ലേ, ഷൈനിങ് മൂൺ, അങ്ങനത്തെ ഒരു പ്രതിഭാസമാണ് അവരവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റൂമാണ്. നമ്മൾ വേറെ ഏതോ പ്ലാനറ്റ്സിന്റെ ഇടയിലൂടെയൊക്കെ നടന്നു പോകുന്നതായിരിക്കും ഫീൽ ചെയ്യും. ഇതാണ് ഞങ്ങൾ കയറിയ ലാസ്റ്റ് റൂം. നമുക്ക് പാസ്പോർട്ട് നോക്കി വേണം കയറാനായിട്ട്. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ റൂമൊക്കെ മിസ്സാകും. ഞങ്ങൾ ഓർഡറിലൊന്നും അല്ല കയറിയത്, പക്ഷെ എല്ലാ റൂമിലും ഞങ്ങൾ കയറി. ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ശരിക്കും വേറെ ലോകത്ത് പോയൊരു ഫീലാണ് തോന്നുന്നത്. അവരുദ്ദേശിക്കുന്ന പോലെ തന്നെ നിഗൂഢമായ ഏതോ ഒരു യൂണിവേഴ്സിന്റെ നാച്ചുറൽ ബ്യൂട്ടി അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റി. സ്റ്റാർസിനും പ്ലാനറ്റ്സിനും ഒക്കെ അപ്പുറമുള്ള ഒരു ലോകത്തേക്ക് ഈ അയ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ദുബായ് വരികയാണെങ്കിൽ ഇവിടെ വന്നൊന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണേ. അപ്പൊ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഉടനെ വരാം. ടാറ്റാ, ബൈ ബൈ.